കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം വിജിലൻസ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി വിശദമായി പരിശോധന നടത്തിയത്. സ്വർണ്ണ ലോക്കറ്റിന്റെ സ്റ്റോക്ക് രജിസ്റ്ററും കമ്പ്യൂട്ടർ ബില്ലിംഗിന്റെ രേഖകളും ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ക്ഷേത്രം അസിസ്റ്റന്റ് കമ്മീഷണറുടെയും മാനേജറുടെയും മൊഴികൾ ദേവസ്വം വിജിലൻസ് ഓഫീസർ PS രവീന്ദ്രൻ രേഖപ്പെടുത്തി. ദേവസ്വം കൗണ്ടറുകളിൽ എല്ലായിടത്തും CC ക്യാമറകളുണ്ട്. 9, 10 തീയതികളിൽ സ്വർണ്ണ ലോക്കറ്റുകൾ വിറ്റഴിച്ച സമയത്തെ ക്യാമറ ദൃശ്യങ്ങൾ ദേവസ്വം വിജിലൻസ് വിശദമായി പരിശോധിക്കും. ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇതിനിടെ നോട്ട് നിരോധിച്ച ശേഷം പഴയ നോട്ടുകൾ നൽകി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 30.5 ലക്ഷം രൂപയുടെ സ്വർണ്ണ ലോക്കറ്റ് വിൽപ്പന നടന്നിട്ടുണ്ടെന്ന് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഇടപാടിൽ അസ്വാഭാവികതയുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്നും ഡയറക്ടർ ജേക്കബ് തോമസിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വർണ്ണ ലോക്കറ്റ് വിൽപ്പനയെക്കുറിച്ച് ആദായ നികുതി വകുപ്പും ചോറ്റാനിക്കര ക്ഷേത്രം അധികൃതരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.